വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം നമോ ഭഗവതേ നാരായണായ നമ. ഭഗവാന്റെ ആ എത്തിക്കഴിയുമ്പോൾ, ഗുരുവായൂരപ്പൻ്റെ തിരുനടക്കിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ, അങ്ങോട്ട് എത്തുന്നതോട് കൂടിയിട്ട് ആളുകളുടെ ഒരു കുത്തോട്ടം കാണാം. എങ്ങോട്ടാണ്? ഭഗവാനെ ഒരു നോക്ക് കാണുവാനായിട്ട് അകത്തേക്കുള്ള ആ ക്യൂവിലൊന്ന് എത്തിപ്പെടുക. അതേപോലെ അതിൻ്റെ മുന്നിലേക്ക് ഒന്ന് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾക്കൊരു ദർശനം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭക്തൻ്റെയും വല്ലാത്തൊരു അഭിലാഷമാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമുക്കായാലും അങ്ങനെ തന്നെ. പക്ഷേങ്കിൽ ഭക്തജനങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണൻ ആ ഒരു ശ്രീകോവിലിൽ അതിനകത്ത് ഒതുങ്ങുന്ന ഒരാളാണോ? ആ ഒരു ശക്തിയാണോ ഭഗവാൻ? ഒരിക്കലുമല്ല. നിങ്ങൾക്കങ്ങനെ തോന്നുന്നു എങ്കിൽ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഭഗവാന്റെ ആ കുഞ്ഞി വായിക്കുള്ളിൽ ഈ ഭൂലോകത്തെ കാണിച്ചു കൊടുത്തപ്പോൾ, ആ ഒരു കുഞ്ഞ് ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ ഒതുങ്ങി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഭഗവാൻ നിങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്ത് എവിടെ പോയി നിന്നാലും നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ കൈകളിലാണ്. ഗുരുവായൂരപ്പൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കോ നാലുകെട്ടിൻ്റെ ഉള്ളിലേക്കോ പരിപാവനമായ ഗർഭഗൃഹത്തിൻ്റെ അടുത്തേക്കോ ശ്രീകോവിലിൻ്റെ ചുറ്റുമോ പോയി നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങോട്ട് ചെല്ലുന്തോറും ഭഗവാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു ശക്തി കൂടിക്കൂടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ കരവലയത്തിനകത്താകാനായിട്ട് ക്ഷേത്ര പരിസരത്ത് എത്തുക മാത്രമേ വേണ്ടൂ. ഭഗവാൻ അവിടെ മുഴുവൻ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ടായിരിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും വിവരം അന്വേഷിച്ച് ഇങ്ങനെ ഭഗവാൻ നടക്കുന്നുണ്ടാവും, അവനെവിടെ എന്ന് അന്വേഷിച്ച്. പക്ഷേ നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രം. അറിയുവാനായിട്ട് എവിടെയെങ്കിലും ഭഗവാന്റെ ആ തിരുസന്നിധിയിൽ എവിടെയെങ്കിലും നിന്ന് കണ്ണുകളടച്ച് എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ടും നിന്ന് നോക്കി, ഒരു ചെറിയ തെന്നൽ വന്ന് നിങ്ങളെ തൊട്ട് തലോടി, കണ്ണൻ്റെ ആ പൊൻപീലിയാൽ നിങ്ങളെ തലോടി പോകുന്നെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ നിർവൃതിയിൽ നിങ്ങളായിട്ടുണ്ടാവും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതാണ് ഗുരുവായൂരപ്പൻ. കണ്ണാ ഗുരുവായൂരപ്പ.